നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തൊഴിൽ നികുതി ഓരോ വർഷവും അന്യായമായി വർദ്ധിപ്പിക്കുന്നതായി ആക്ഷേപം. കോട്ടയം നഗരസഭ ഓഫീസിലേക്ക് വ്യാപാരികളുടെ മാർച്ച്. മുണ്ടക്കയം കൂട്ടിക്കലിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ജഡത്തിന് 2 ദിവസത്തിലേറെ പഴക്കം. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തനെ ഭരണപക്ഷമായ LDF തന്നെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി. അവിശ്വാസം കൊണ്ടുവന്ന UDF അവസാന നിമിഷം പിന്മാറി. ഷാജു തുരുത്തൻ അച്ചടക്കവും മുന്നണി ധാരണയും ലംഘിച്ചെന്ന് LDF. കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപയുടെ ക്രമക്കേട് മറയ്ക്കാൻ വ്യാജരേഖ നിർമ്മിച്ച UDF ഭരണസമിതി രാജിവെക്കണമെന്ന് LDF ജില്ലാ നേതൃത്വം. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരസഭ ഓഫീസിലേക്ക് വ്യാപാരികൾ മാർച്ചും ധർണയും നടത്തി. തൊഴിൽ നികുതി ഓരോ വർഷവും അന്യായമായി വർദ്ധിപ്പിക്കുകയാണ് നഗരസഭ ചെയ്യുന്നതെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അന്യായമായി തൊഴിൽ നികുതി ഓരോ വർഷവും ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കുന്ന കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ വ്യാപാരി വിരുദ്ധ നടപടിക്കെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കോട്ടയം മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ജില്ലാ വ്യാപാര ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ എത്തിച്ചേർന്നു. തുടർന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ MK തോമസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. അന്യായമായി തൊഴിൽ നികുതി, മുനിസിപ്പൽ ലൈസൻസ് ഫീസ് എന്നിവയുടെ വർധനവ് തുടങ്ങി വ്യാപാരികളെ ദ്രോഹിക്കുന്ന എല്ലാ നടപടികളും ഉടൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സാധാരണ വ്യാപാരികൾക്ക് വലിയ ആൾക്കാർക്ക് പഴയ റേറ്റ് തന്നെ നിലനിർത്തിയിരിക്കുക. അതായത് ഗവൺമെന്റ് ഓർഡറിൽ വായിച്ചു കേൾപ്പിക്കാം. 120 ഉണ്ടായിരുന്നവർക്ക് 120. ഇത് ഹാഫ് ഇയറിന്റെ ആണോ, 1 ഇയറിന്റെ അല്ല. 180 ഉണ്ടായിരുന്നവർക്ക് 450, 300 ഉണ്ടായിരുന്നവർക്ക് 600, 750 ഉണ്ടായിരുന്നവർക്ക് എത്രയാ, 750. മുകളിലോട്ട് പോകുന്നവർക്ക് വർഷമില്ല. 1000 ഉള്ളവർക്ക് 1000, 1250 ഉള്ളവർക്ക് 1250. അപ്പൊ സാധാരണയിൽ താഴെയുള്ള ഉപജീവനത്തിനും വരുമാനത്തിനും തൊഴിലിനും വേണ്ടി ഈ കച്ചവട മേഖലയിൽ ഇന്ന് പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന സാധാരണ വ്യാപാരികൾക്കാണ് ഈ വർധന. കോട്ടയം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് AKN പണിക്കർ അധ്യക്ഷത വഹിച്ചു. കോട്ടയം മർച്ചന്റ്സ് അസോസിയേഷൻ ചിങ്ങവനം, കഞ്ഞിക്കുഴി, കുമാരനല്ലൂർ, സംക്രാന്തി, നാഗമ്പടം, മുളങ്കുഴ, SH മൗണ്ട് തുടങ്ങിയ യൂണിറ്റുകളിലെ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും വ്യാപാരികളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുണ്ടക്കയം കൂട്ടിക്കലിൽ പുരയിടത്തിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഇളങ്കാട്ടിലാണ് പുലിയെ കണ്ടെത്തിയത്. പൊതുകത്ത് PK ബാബുവിന്റെ വീടിനോട് ചേർന്നുള്ള പുരയിടത്തിലാണ് പുലിയുടെ ജഡം കണ്ടത്. 2 ദിവസത്തിലേറെ പഴക്കമുണ്ട്. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തനെ ഭരണപക്ഷം തന്നെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന UDF അവസാന നിമിഷം പിന്മാറിയെങ്കിലും LDF പിന്തുണയ്ക്കുകയായിരുന്നു. 14 വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം പാസായി. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തനെ ഭരണപക്ഷം തന്നെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി. UDF കൊണ്ടുവന്ന അവിശ്വാസത്തിൽ നിന്നും അവസാന നിമിഷം അവർ പിന്മാറി. എന്നാൽ UDF പിന്തുണച്ചു. അനാരോഗ്യം മൂലം ചെയർമാൻ ഷാജു വി തുരുത്തനും കൗൺസിലർമാരായ ബിനു പുളിക്കക്കണ്ടവും ഷിബാജിയോയും പങ്കെടുത്തിരുന്നില്ല. കേരള കോൺഗ്രസ് M അംഗങ്ങളും CPM അംഗങ്ങളും ചേർന്നാണ് ചെയർമാനെ പുറത്താക്കിയത്. 14 വോട്ടുകൾക്ക് അവിശ്വാസം പാസായി. ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ അവസാന നിമിഷം വരെ സമയം നൽകിയിരുന്നെങ്കിലും ഷാജു തുരുത്തൻ വഴങ്ങിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട വിജയ് ജോജോ ആക്ടിംഗ് ചെയർമാനായേക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ നഗരസഭാ ചെയർമാനെ പുറത്താക്കിയത് സ്വന്തം പാർട്ടിക്കാർ തന്നെ. ചെയർമാനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം LDF അംഗങ്ങൾ തന്നെയാണ് വോട്ട് ചെയ്ത് പാസാക്കിയത്. ഷാജു തുരുത്തന്റെ ഏകാധിപത്യത്തിനുള്ള തിരിച്ചടിയാണിതെന്ന് അഭിപ്രായം ഉയരുന്നു. പാലാ നഗരസഭയിൽ ചെയർമാന്റെ ചീട്ട് കീറിയത് സ്വന്തം പാർട്ടിക്കാർ തന്നെ. ഭരണപക്ഷത്തു നിന്നും 14 പേർ അവിശ്വാസത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തിരുന്നു. വോട്ടെടുപ്പിൽ നിന്നും UDF വിട്ടുനിന്നു. പാർട്ടിയിലെ മുൻധാരണയനുസരിച്ച് നഗരസഭാ ചെയർമാൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നത് സംബന്ധിച്ച ഷാജു വി തുരുത്തന് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. കൗൺസിലർ തോമസ് പീറ്ററായിരുന്നു അടുത്ത ഊഴം പറഞ്ഞിരുന്നത്. തുരുത്തൻ രാജ്യസന്നദ്ധ അറിയിക്കാത്തതാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ എതിരാവാൻ കാരണം. മന്ത്രി റോഷി അഗസ്റ്റിനും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും രാജിവെക്കണമെന്ന് തുരുത്തനോട് ആവശ്യപ്പെട്ടിരുന്നു. കേരള കോൺഗ്രസിലെ 10 അംഗങ്ങളും CPMലെ 6 അംഗങ്ങളും CPIയിലെ 1 അംഗവും ഉൾപ്പെടെ 17 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 2 പേർ വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കേണ്ടി വന്നത് ഗത്യന്തരമില്ലാതെയെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു. അച്ചടക്കവും മുന്നണി ധാരണയും ലംഘിച്ച സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചതെന്നും ലോപ്പസ് മാത്യു കോട്ടയത്ത് പറഞ്ഞു. വന്നപ്പോൾ നമുക്കത് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ല, അത് വലിയ സന്തോഷമുള്ള കാര്യമല്ല. പക്ഷേ രാഷ്ട്രീയമായി എഗ്രിമെൻ്റ് പരമായി
നമുക്ക് അത് ചെയ്തേ പറ്റൂ. കാരണം നീതി എല്ലാവരും പുലർത്തണമല്ലോ. എഗ്രിമെന്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളൊക്കെ സമയാസമയം മാറിക്കൊടുക്കാമെന്ന് അത് പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ ഒരാൾ പാലിക്കാതെ ഇരുന്നാൽ നമുക്കതിനെ അവഗണിക്കാൻ പറ്റിയേക്കാം. പാർട്ടിയുടെ ഡിസിപ്ലിൻ എഗ്രിമെന്റ് പാലിക്കപ്പെടേണ്ടുള്ളത് അത് എല്ലാവർക്കും മാതൃകാപരമായി ചെയ്യേണ്ടതാണ്. കോട്ടയം നഗരസഭയിൽ 211 കോടി രൂപയുടെ ക്രമക്കേട് മറയ്ക്കാൻ വ്യാജരേഖ നിർമ്മിച്ച UDF ഭരണസമിതി രാജിവെക്കണമെന്ന് LDF ജില്ലാ നേതൃത്വം. UDF നേതാക്കൾ മറുപടി പറയാതെ ഓരോ ദിവസവും നുണ പ്രചരിപ്പിക്കുകയാണെന്നും LDF നേതാക്കൾ പറഞ്ഞു. കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപയുടെ ക്രമക്കേട് മറയ്ക്കാൻ വ്യാജരേഖ നിർമ്മിച്ച UDF ഭരണസമിതി രാജിവെക്കണമെന്ന് LDF ആവശ്യപ്പെട്ടു. ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ 2023 പ്രത്യേക ഉത്തരവ് പ്രകാരം 2024 ഫെബ്രുവരി 15 നടത്തിയ പ്രത്യേക ജില്ലാതല പരിശോധനയിൽ 211 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുള്ളതാണ്. 2023 സെപ്റ്റംബർ മാസത്തിലെ 7 ബാങ്കുകളിലെ രേഖകൾ പരിശോധിച്ചാണ് ചെക്കുകളും ഡ്രാഫ്റ്റുകളും പ്രകാരം നഗരസഭയിൽ വരവ് രേഖപ്പെടുത്തിയിട്ടുള്ള 211.89 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടില്ലെന്ന് കണ്ടെത്തിയത്. കൂടാതെ 13/10/2023, 18/10/2023, 8/1/2024, 11/1/2024, 21/1/2024, 31/3/2024 എന്നീ തീയതികളിലായി 174.35 കോടി രൂപ വരവുണ്ടായതായി വ്യാജ കണക്കുണ്ടാക്കി തട്ടിപ്പിനെ മറയിടാൻ ശ്രമിച്ച വിവരം 6/2/2025 സംസ്ഥാനതല പരിശോധനകൾ കണ്ടെത്തിയെന്നും LDF നേതാക്കൾ പറയുന്നു. കൂടാതെ 31/3/2024 മാത്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 15.55 കോടി രൂപ വന്നതായി മറ്റൊരു വ്യാജ കണക്കുമുണ്ടാക്കി. സംസ്ഥാനതല പരിശോധനയിൽ 6 അക്കൗണ്ടുകളിൽ മാത്രം 2 കോടിയോളം രൂപയുടെ വ്യത്യാസം 4 ദിവസത്തെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞു. പണാപകരണം, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങളാണ് നഗരസഭയിൽ ഭരണ നേതൃത്വം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും LDF നേതാക്കൾ പറഞ്ഞു. 15/2/2024 കണക്കനുസരിച്ചാണ് 211,89,417 രൂപയുടെ ക്രമക്കേട് കണ്ടുപിടിച്ചത്. ആ ക്രമക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രേഖകളിൽ കൃത്രിമം നടത്തി അല്ലെങ്കിൽ ഫോർജറി, ഒരു ക്രിമിനൽ ഒഫൻസ് നടത്തിയിരുന്നു. അത് 6/2/2025 ഇപ്പോ സർക്കാരിന്റെ അന്വേഷണം നടത്തിയ രേഖകളിൽ നിന്ന് ബോധ്യപ്പെട്ടത് 174 കോടി രൂപ കൃത്രിമമായി വരവുണ്ടെന്ന് രേഖപ്പെടുത്തി. അത് ചില മാധ്യമങ്ങളൊക്കെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്കിനാണ്. പക്ഷെ ഇവര് അപഹരിച്ചതോ നമുക്ക് മുനിസിപ്പാലിറ്റിക്ക് നഷ്ടപ്പെട്ടതോ ആയ ഈ 211 കോടി രൂപയുടെ കണക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി രേഖകളിൽ മനഃപൂർവമായ കൃത്രിമമായ ഫോർജറി അല്ലെങ്കിൽ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നുള്ള തെളിവുമായ രേഖകളാണ് ഞങ്ങൾ തന്നിട്ടുള്ളത്. UDFന്റെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും ഉടൻ രാജിവെക്കണമെന്നും LDF ആവശ്യപ്പെട്ടു. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ LDF കൺവീനർ ലോപ്പസ് മാത്യു, അഡ്വക്കേറ്റ് VB ബിനു, അഡ്വക്കേറ്റ് K അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവപ്പള്ളി സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് പൊൻകുന്നം. ഗുണമേന്മയുള്ള തടികൾ വാങ്ങുവാൻ തടികൾ ഉരുളായും ഉരുപ്പടിയായും വിൽക്കുന്നു. നിങ്ങളുടെ വീടിന്റെ നിർമ്മാണത്തിനും ഫർണിച്ചറുകൾ പണിയുന്നതിനും ആവശ്യമായ ഗുണനിലവാരമുള്ള തടികൾ, തേക്ക്, ആഞ്ഞിലി, പ്ലാവ്, മഹാഗണി തടികൾ, കൂടാതെ ഇറക്കുമതി ചെയ്ത തടികളും 24 മണിക്കൂറും ക്രെയിൻ സർവീസ്. തിരുവപ്പള്ളി സോമിൽ, നരിയനാനി, കൊപ്രാക്കളം, പൊൻകുന്നം. ഫോൺ 9447324179, 8921620928, 7306405536. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് പങ്കെടുക്കുന്നതിന് നാടൊന്നാകെ ചിറക്കടവിലേക്ക് ഒഴുകിയെത്തുന്നു. ക്ഷേത്ര ചടങ്ങുകളിലും കലാപരിപാടികളിലും ഭക്തരുടെ നിറഞ്ഞ പങ്കാളിത്തമാണ്. മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം മനസ്സിൽ ഭക്തിയും ആനന്ദവും നൽകി പുരോഗമിക്കുകയാണ്. ക്ഷേത്രോത്സവം 5 ദിവസം പിന്നിടുമ്പോൾ നൂറുകണക്കിന് ഭക്തരാണ് തിരുവുത്സവ ചടങ്ങുകളിൽ പങ്കെടുത്ത് ശ്രീ മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി മടങ്ങുന്നത്. വെള്ളിയാഴ്ചയും ശ്രേഷ്ഠമായ ഉത്സവ ബലിയും ദർശനവും നടന്നു. നിരവധി ഭക്തർ അഷ്ടൈശ്വര്യപ്രദായകമായ ഉത്സവ ബലി തൊഴാൻ എത്തി. വ്യാഴാഴ്ച കലാവേദിയിൽ ക്ലാസിക്കൽ ഡാൻസ്, നൃത്തായനം, മ്യൂസിക് ബാൻഡ് എന്നിവ അരങ്ങേറി. തുടർന്നായിരുന്നു ബാലെ. ചിറക്കടവ് ജയകേരള സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സിന്റെ നൃത്തായനം ആസ്വാദക മനസ്സുകളെ ആനന്ദിപ്പിച്ചു.
ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം മുട്ടമ്പലം ഗവൺമെന്റ് UP സ്കൂളിന് സ്വന്തമായി റേഡിയോ. വേവ്സ് ഓഫ് മുട്ടമ്പലം എന്ന പേരിലുള്ള റേഡിയോ ദിനത്തിൽ പ്രവർത്തനം തുടങ്ങി. മുട്ടമ്പലം ഗവൺമെന്റ് സ്കൂളിന്റെ സ്കൂൾ റേഡിയോ വേവ്സ് ഓഫ് മുട്ടമ്പലം പ്രവർത്തനം തുടങ്ങി. ലോക റേഡിയോ ദിനമായ ഫെബ്രുവരി 13-നാണ് വേവ്സ് ഓഫ് മുട്ടമ്പലം തുടങ്ങിയത്. സ്കൂളിലെയും മുട്ടമ്പലം ഗ്രാമത്തിലെയും വിശേഷങ്ങൾ വേവ്സ് ഓഫ് മുട്ടമ്പലത്തിലൂടെ അറിയാം. സഞ്ചാരം ഫെയിം ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അനീഷ് പുന്നൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം നാടിന് നന്മയ്ക്കായി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ നമ്മുടെ നാടിന് മുൻപോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ സ്വപ്നം കണ്ട് പഠിച്ച് വലുതായി നാടിന് ഉപയോഗമുള്ളവരായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? നന്നായിട്ട് വിശിഷ്ട വ്യക്തികളെ RJ വൈഗ, RJ ദേവിക എന്നിവർ ചേർന്ന് റേഡിയോ അവതരണ ശൈലിയിൽ വരവേറ്റു. PTA പ്രസിഡന്റ് പ്രനീഷ പ്രസാദ് അധ്യക്ഷയായി. വാർഡ് കൗൺസിലർ ജൂലിയസ് ചാക്കോ, കോട്ടയം ഈസ്റ്റ് AEO അനിൽ K. തോമസ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് പ്രതിഭ മേരി നൈനാൻ, പ്രൊഫസർ ജേക്കബ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോഴിക്കോട്ട് 1975 നടന്ന ദക്ഷിണ മേഖലാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ കേരള ടീം 50 വർഷങ്ങൾക്ക് ശേഷം കോട്ടയത്ത് ഒത്തുചേർന്നു. വിജയത്തിന്റെ സുവർണ ജൂബിലി ദിനത്തിലാണ് ഇവർ ഒത്തുകൂടിയത്. 1975 ഫെബ്രുവരി 13-നാണ് ദക്ഷിണ മേഖലാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ആദ്യമായി ജേതാക്കളായത്. വിജയത്തിന്റെ സുവർണ ജൂബിലി ദിനമായ ഫെബ്രുവരി 13-ന് ടീം അംഗങ്ങൾ കോട്ടയം YMCAയിൽ ഒത്തുചേർന്നു. ക്യാപ്റ്റൻ ചെറിയാൻ ഉമ്മൻ, താരങ്ങളായ മുഹമ്മദ് ഇക്ബാൽ, തോമസ് വർഗീസ്, KK കൊച്ചുകുട്ടൻ, ഡോക്ടർ MM ചാക്കോ, ജോസ് ജോസഫ്, ഓംകുമാർ എന്നിവരാണ് ഒത്തുചേർന്നത്. കൂട്ടായ്മയ്ക്ക് പിന്തുണയുമായി രാജ്യാന്തര താരങ്ങളായ അൻവിൻ ആന്റണി, ലീലാമ്മ സന്തോഷ്, കോട്ടയം YMCA പ്രസിഡന്റ് അനൂപ് C. ജോൺ, YMCA ബോർഡ് ഓഫ് ഡയറക്ടർ അംഗം എബ്രഹാം കുര്യൻ പാലാമ്പടം, ജോർജ് ജേക്കബ് പുരയ്ക്കൽ, കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജേക്കബ് ജോസഫ്, ലൈഫ് പ്രസിഡന്റ് PJ സണ്ണി തുടങ്ങിയവരും എത്തി. 1975 ഫെബ്രുവരി 13-ന് കോഴിക്കോട് നടന്ന ഫൈനൽ ലീഗ് മത്സരത്തിൽ തമിഴ്നാടിനെ 94-85 സ്കോറിന് തോൽപ്പിച്ചാണ് കേരള പുരുഷ ടീം ബാസ്കറ്റ്ബോളിൽ ചരിത്രം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വേനൽ കടുത്തതോടെ തീപിടുത്തങ്ങളും വ്യാപകമാകുന്നു. പാലായിൽ പൊൻകുന്നം പാലത്തിന് സമീപം തേക്കിൻ തോട്ടത്തിൽ തീപിടുത്തമുണ്ടായി. നഗരസഭാ കൗൺസിലർ തോമസ് പീറ്ററിന്റെ ഉടമസ്ഥതയിലുള്ള തേക്കിൻ തോട്ടത്തിലാണ് തീപിടിച്ചത്. ഉണങ്ങിയ ഇലകൾക്കും കുറ്റിച്ചെടികൾക്കും തീപിടിച്ച് ആളിക്കത്തിയെങ്കിലും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു. ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവവും മഹാശിവരാത്രിയും ഫെബ്രുവരി 18 മുതൽ നടക്കും. വൈകുന്നേരം ക്ഷേത്രം തന്ത്രി കണ്ഠര് മോഹനരര് കൊടിയേറ്റും. ചോറ്റി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഫെബ്രുവരി 18-ന് കൊടിയേറും. ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് കൊടിക്കൂറയും കൊടിക്കയറും സമർപ്പിക്കും. തുടർന്ന് 6:30-ക്ക് ക്ഷേത്രം തന്ത്രി താഴ്മൺ മഠം കണ്ഠരര് മോഹനരുടെയും മേൽശാന്തി സുമേഷ് ശർമ്മയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറും. 19-ാം തീയതി രാവിലെ 7:30-ക്ക് ശ്രീഭൂതബലിയും 8 മണിക്ക് കലശപൂജയും 9-ന് കലശാഭിഷേകവും നടക്കും. 20-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 8-ന് കലശപൂജയും 9-ന് കലശാഭിഷേകവും ഉണ്ടായിരിക്കും. 22-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30-ന് ഉത്സവബലിയും 12:30-ന് ഉത്സവബലി ദർശനവും നടക്കും. 23-ാം തീയതി ഞായറാഴ്ചയും ഉത്സവബലിയും ദർശനവും ഉണ്ടാവും. 24-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 7:30-ന് ശ്രീഭൂതബലിയും 8-ന് കലശപൂജയും 9 മണിക്ക് കലശാഭിഷേകവും നടക്കും. അന്ന് വൈകുന്നേരം 7 മണി മുതൽ കാവടി ഹിടുമ്പൻ പൂജയും 8:30-ന് പള്ളിവേട്ട പുറപ്പാടും നടക്കും. 25-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10:30-നാണ് ആറാട്ട് ബലി. ഉച്ചകഴിഞ്ഞ് 2:30-ക്ക് ആറാട്ടിന് പുറപ്പെടും. വൈകുന്നേരം 6:30-നാണ് തിരുവാറാട്ട്. 7 മണിക്ക് ചിറ്റടി ജംഗ്ഷനിൽ ആറാട്ട് ഘോഷയാത്രയ്ക്കും 8 മണിക്ക് ചോറ്റി ജംഗ്ഷനിലും സ്വീകരണം നൽകും. രാത്രി 11 മണിക്ക് കൊടിയിറങ്ങും. 26-ാം തീയതി ബുധനാഴ്ച മഹാശിവരാത്രി ദിവസം രാവിലെ 7 മണിക്ക് ശിവപുരാണ പാരായണവും 8:30 മുതൽ കാവടി ഘോഷയാത്രയും നടക്കും. ചിറ്റടി 5051 നമ്പർ ശാഖായോഗം ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ഹിന്ദു യുവജന സംഘടനാ മന്ദിരം പാറത്തോട് എന്നിവിടങ്ങളിൽ നിന്നും കാവടി ഘോഷയാത്ര ഉണ്ടായിരിക്കും. 11:30-നാണ് കാവടി അഭിഷേകം. ഫെബ്രുവരി 18-ന് വൈകിട്ട് 7 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം മേൽശാന്തി സുമേഷ് ശർമ്മജിയുടെ സഹ കാർമ്മികത്വത്തിലും തൃക്കൊടിയേറുന്നതും അന്നേ ദിവസം വൈകിട്ട് 8 മണിക്ക് തിരുവരങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും ആദ്യ പരിപാടിയും പ്രശസ്ത ഗായിക ദുർഗ വിശ്വനാഥിൻ്റെ ഭക്തി ഗാനമേളയോടുകൂടിയാണ് ക്ഷേത്ര ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. തുടർന്ന് എല്ലാ ദിവസവും ക്ഷേത്ര
വിധിപ്രകാരമുള്ള എല്ലാ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കുന്നതും തുടർച്ചയായി 7 ദിവസവും തിരുവരങ്ങിൽ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇത്തവണ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് ദീപാരാധനയും തുടർന്ന് പുഷ്പാഭിഷേകവും നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന ക്രൂരമായ റാഗിങ്ങിന് നേതൃത്വം നൽകിയ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. ക്യാമ്പസുകളിലെ റാഗിംഗ് അവസാനിക്കണമെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന മൃഗീയമായ റാഗിങ്ങിന് ഉത്തരവാദികളായ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, മുഴുവൻ കലാലയങ്ങളിലും ഇന്ന് വിദ്യാർത്ഥി സംഘടനകളുടെ കടന്നുകയറ്റവും മയക്കുമരുന്നിൻ്റെ അല്ലെങ്കിൽ ഉപയോഗവുമാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ റാഗിങ്ങുകൾക്ക് കാരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റാഗിങ് അല്ലെങ്കിൽ അവസാനിക്കണമെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളുടെ കടന്നുകയറ്റം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം. അത് വിദ്യാർത്ഥി സംഘടന പ്രവർത്തനങ്ങൾ കാമ്പസുകളിൽ നിരോധിക്കണം. അങ്ങനെ നിരോധിച്ചെങ്കിൽ മാത്രമേ ലഹരിയുടെ ഉപയോഗം കാമ്പസുകളിൽ തടയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭിന്നശേഷി കുടുംബത്തിന് വീട് വെച്ച് നൽകി സക്ഷമ. ചിറക്കടവ് സ്വദേശി അജിത സാബുവിനും കുടുംബത്തിനുമാണ് ചങ്ങനാശ്ശേരി സ്വദേശി സുരേഷ് VPയുടെ സഹായത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത്. വാഴൂർ തീർത്ഥപാദാശ്രമം കാര്യദർശി ഗരുഡധ്വജാനന്ദ തീർത്ഥപാദരുടെ സാന്നിധ്യത്തിൽ സക്ഷമ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ P. ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. ചടങ്ങിൽ നേത്രദാന സമ്മതപത്രം നൽകിയ കുടുംബങ്ങളെ ആദരിച്ചു. കാഞ്ഞിരപ്പള്ളി ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പൈക ലയൺസ് കണ്ണാശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രചികിത്സാ ക്യാമ്പ് ഈ മാസം 16-ന് നടക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ സെന്റ് ഡൊമിനിക്സ് കോളേജിലാണ് ക്യാമ്പ്. തിമിരബാധിതരായ രോഗികളെ നിശ്ചിത ദിവസം ലയൺസ് കണ്ണാശുപത്രിയിൽ എത്തിച്ച് സൗജന്യ ശസ്ത്രക്രിയ നടത്തുമെന്ന് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വർഷം നമ്മൾ 25 ഐ ക്യാമ്പുകൾ കഴിഞ്ഞു. 26ാമത്തെ ഐ ക്യാമ്പാണ് നമ്മൾ സെൻറ് ഡൊമിനിക്സ് കോളേജ് വെച്ച് പാറത്തോട് ഗ്രാമപഞ്ചായത്തും സെൻറ് ഡൊമിനിക്സ് NSS യൂണിറ്റും അതുപോലെ തന്നെ ഇടിമണ്ണിക്കൽ ഒപ്റ്റിക്കൽസ് എഡ്ജ് ഒപ്റ്റിക്കൽസുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ നടത്തപ്പെടുകയാണ്. ഇതിനകത്തൊരു പ്രത്യേകത കോർഡിനേറ്റർ പറഞ്ഞതുപോലെ ഈ വർഷം നമ്മുടെ തന്നെ ലയൺസ് ഹോസ്പിറ്റലുമായി പൈക ലയൺസ് ഹോസ്പിറ്റൽ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ഹോസ്പിറ്റലായ ലയൺസ് ഹോസ്പിറ്റൽ സഹകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ കാറ്ററാക്ട് സർജറി, ഓപ്പൺ സർജറി ഫ്രീ ആണ്. എല്ലാവർക്കും ഫ്രീ ആണ്. അവിടെ എത്തിച്ച് നമ്മളത് ചെയ്തു കൊടുക്കും, ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അറിയിപ്പ്. ഫെബ്രുവരി മാസത്തെ ജില്ലാ വികസന സമിതി യോഗം ഫെബ്രുവരി 22 ശനിയാഴ്ച രാവിലെ 10:30 ജില്ലാ ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേരും. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, മഹാത്മാഗാന്ധി സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ സഹകരണത്തോടെ സൗജന്യ PSC പരിശീലന ക്ലാസ് ആരംഭിക്കുന്നു. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. ഫെബ്രുവരി 18 മുതൽ 1 മാസമാണ് പരിശീലനം. വിവരങ്ങൾക്ക് ഫോൺ 0481-256-0413. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിൽ നികുതി ഓരോ വർഷവും അന്യായമായി വർദ്ധിപ്പിക്കുന്നതായി ആക്ഷേപം. കോട്ടയം നഗരസഭ ഓഫീസിലേക്ക് വ്യാപാരികളുടെ മാർച്ച്. മുണ്ടക്കയം കൂട്ടിക്കലിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ജഡത്തിന് 2 ദിവസത്തിലേറെ പഴക്കം. പാലാ നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തനെ ഭരണപക്ഷമായ LDF തന്നെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി. അവിശ്വാസം കൊണ്ടുവന്ന UDF അവസാന നിമിഷം പിന്മാറി. ഷാജു തുരുത്തൻ അച്ചടക്കവും മുന്നണി ധാരണയും ലംഘിച്ചെന്ന് LDF. കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപയുടെ ക്രമക്കേട് മറയ്ക്കാൻ വ്യാജരേഖ നിർമ്മിച്ച UDF ഭരണസമിതി രാജിവെക്കണമെന്ന് LDF ജില്ലാ നേതൃത്വം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.